കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. കോതമംഗലത്ത് തട്ടേക്കാട് പക്ഷിസങ്കേതത്തിന് സമീപം രൂപപ്പെട്ട വിശാലമായ പുൽത്തകിടി സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായി മാറി. മിനി സ്വിറ്റ്സർലൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രദേശം സമൂഹ മാധ്യമങ്ങളിലും വൻ ജനശ്രദ്ധയാണ് നേടിയിരിക്കുന്നത്. ഭൂതത്താൻകെട്ട് ഡാമിന്റെ റിസർവോയറിന്റെ ഭാഗമായ ഈ പ്രദേശം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതോടെയാണ് മനോഹരമായ പുൽമേടായി മാറിയത്. വിശാലമായി പരന്നു കിടക്കുന്ന പച്ചപ്പും അതിലൂടെ ഒഴുകുന്ന ചെറിയ അരുവികളും കുറച്ചു മാറി തെളിഞ്ഞു കാണുന്ന ഇടമലയാർ പുഴയും കോടമഞ്ഞ് പുതച്ച മലനിരകളും ചേർന്ന് ഇവിടം അപൂർവമായ പ്രകൃതി ഭംഗിയാണ് സമ്മാനിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ചിത്രങ്ങളും വീഡിയോകളും വ്യാപകമായി പ്രചരിച്ചതോടെ എല്ലാ അവധി ദിവസങ്ങളിലും നൂറുകണക്കിന് ആളുകളാണ് ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ ഇവിടെ എത്തുന്നത്. പ്രകൃതിയെ അടുത്തറിയാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുമുള്ള മികച്ച കേന്ദ്രമായി ഈ പ്രദേശം മാറിക്കഴിഞ്ഞു. ശരിക്കും ഞങ്ങൾ തട്ടേക്കാട് പക്ഷി സങ്കേതം കാണാൻ വന്നതാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെയുള്ള സ്ഥലത്തെക്കുറിച്ച് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന പേര് അനർത്ഥമാക്കുന്ന പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഫോട്ടോ എടുക്കാനും ചെറിയ വെള്ളച്ചാട്ടവും അരുവിയൊക്കെ പോലെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം കാണുന്ന ആളുകൾ ഇതും കൂടെ കണ്ടാലാണ് ഈ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ അത് കറക്റ്റ് ആവുള്ളൂ എന്ന് ഞാൻ പറയുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. എക്കോ ടൂറിസത്തിന് സാധ്യതയുള്ള പ്രദേശമാണിതെന്നും സന്ദർശകർ മാലിന്യം വലിച്ചെറിയാതെയും പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെയും ഈ പ്രകൃതി സൗന്ദര്യം സംരക്ഷിക്കണമെന്നുമാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന. ഇത് നല്ലൊരു സാധ്യതയുള്ള സ്ഥലമാണ്. അനേകം ആൾക്കാർ വരുന്നുണ്ട്. നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും എക്കോ ടൂറിസം പോലെ അതിമനോഹരമായി ഇതിനെ പരിപാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. മാത്രമല്ല ഇവിടുത്തെ പുല്ലുകളും പുൽമേടുകളും എല്ലാം നശിക്കാനോ അല്ലെങ്കിൽ അതിനൊരു കേടുപാട് പറ്റുന്ന പ്രവൃത്തികളോ ഒന്നും നമ്മൾ മാനുഷികമായി ചെയ്യരുത്. കാരണം ഇവിടെ വരുന്നത് നല്ല കാര്യം തന്നെ. ഇവിടെ വന്ന് കണ്ട് ആസ്വദിക്കാനും ഇതിനെ നോക്കി കാണുവാനും ഒക്കെ നല്ല കാര്യം തന്നെ, നല്ലൊരു ടൂറിസം പ്ലേസാണ്. പക്ഷേ നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിവതും എല്ലാവരും ഒഴിവാക്കി ഇങ്ങനെ എക്കോ ടൂറിസം ആയിട്ട് കാത്തു സൂക്ഷിക്കുകയും ഈ വരുന്ന വേസ്റ്റുകൾ ഇവിടെ ഡംപ് ചെയ്യാതെ കൊണ്ടുവരുന്ന ഇപ്പോൾ ഒരു ടൂറിസം പ്ലേസാണ്, നമുക്കറിയാം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരും. പക്ഷേ അത് നിങ്ങൾ തന്നെ കയ്യിൽ സൂക്ഷിച്ച് നിങ്ങൾ തന്നെ ഇവിടെ ഡംപ് ചെയ്യാതെ പറ്റുന്ന രീതിയിൽ മറ്റുള്ള സ്ഥലത്ത് ഡംപ് ചെയ്യുകയും ഈ പറയുന്ന മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. കോതമംഗലത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് സമീപത്തെ ഈ പുൽമേടിലെത്താം. പ്രകൃതി സ്നേഹികളുടെയും ഫോട്ടോഗ്രാഫി പ്രേമികളുടെയും പ്രധാന ആകർഷണമായി മാറിയ ഇവിടെ മിനി സ്വിറ്റ്സർലൻഡ് എന്ന വിശേഷണം അനർത്ഥമാക്കുന്ന പ്രകൃതിദത്ത കാഴ്ചകൾ കാണാൻ സഞ്ചാരികളുടെ ഒഴുക്ക് തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.